ക്യുഷനിങ് ആ ഒരു കറക്റ്റ് എഫക്റ്റ് ഒക്കെ കൊടുക്കേണ്ട യാത്ര സുഖമാക്കാനായിട്ട് നമ്മുടെ ക്യാബിനും സസ്പെൻഷനോട് കൂടിയാണ്. യെസ്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കോർപിയോയിലും വാഗണാറിലും ഒക്കെ നമ്മൾ ഡാഷ് ക്യാം വിത്ത് നമ്മുടെ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നത് ആവോസിയുടെ പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നാനോയ്ക്ക് വേണ്ടിയിട്ട് ആവോസിയുടെ P100 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റമാണ്, ഈസി ടു യൂസ് ആണ്, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. മാത്രമല്ല ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ യൂട്യൂബൊക്കെ അങ്ങ് വെച്ച് കാണിച്ച് നമുക്ക് യൂട്യൂബെല്ലാം നമുക്ക് ഈസിയായിട്ട് ആക്സ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്കി ഫീച്ചർ പറയുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഇതിൻ്റെ ബാക്കി സ്പെക്ക് നോക്കാം. റിവേഴ്സ് ക്യാം വരുന്നുണ്ട്, 1080p ആണ് നമുക്ക് വരുന്നത് ക്യാമിൻ്റേത്. അതുപോലെ തന്നെ നമുക്ക് GPS വരുന്നുണ്ട്. ദെൻ മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഓക്സ് കേബിൾ, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഒരു അഡാപ്റ്റർ കാര്യങ്ങൾ, നമുക്ക് ഡാഷിൽ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൗണ്ട് കാര്യങ്ങൾ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പാക്കേജിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടൊക്കെ ഈ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി ഇതേ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കുത്താനായിട്ടുള്ള സ്ലോട്ട് കാര്യങ്ങൾ. ദെൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു പവർ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറയുടെ വ്യൂ കാര്യങ്ങൾ നോക്കുകയാണല്ലോ. ഇപ്പം ജസ്റ്റ് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല, ആ നാനോയ്ക്കുള്ളതാണ് കേട്ടോ ഈ കിടക്കുന്ന സാധനം. ഇവിടെ ആയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നോർമലി വണ്ടി പോലെ അല്ലല്ലോ, ഇതിൻ്റെ ഡാഷ് ഏരിയയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടില്ല, സെൻട്രലായിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഡാഷ് മൗണ്ട് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് മാപ്പ് വരുന്നുണ്ട്, പിന്നെ യെസ് നോർമൽ നമ്മുടെ ക്രോമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സ് വരുന്നത് നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, ഡിവൈസ് സെറ്റിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ആൻഡ് മറ്റ് കണക്ടിവിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം കിട്ടും കേട്ടോ. സ്റ്റോറേജ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് നമ്മൾ ഏകദേശം 24% യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 24.17 GB ഉണ്ട്. 2 GB ആണ് റാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 13 ആണ് കേട്ടോ വേർഷൻ വന്നിട്ടുള്ളത്. അത്രയാണ് നമുക്ക് മെയിനായിട്ട് അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ നമ്മുടെ പ്ലേ സ്റ്റോർ കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഓവറായിട്ട് എല്ലാ ആപ്പും വലിച്ച് കയറ്റി വെച്ചാൽ അടിപൊളിയായിട്ട് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. വരെ നമുക്ക് അധികം ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, മിറർ ലിങ്ക്, ഇതെല്ലാമാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നോർമലി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും തന്നെ മേടിച്ച് ഇപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ എവിടെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തനിയെ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കാര്യങ്ങൾ ഇട്ടേക്കാം. ഏകദേശം ഒരു 16,000 രൂപയോളം നമുക്ക് വില വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 3,000 രൂപയോളം നമുക്ക് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ QNONWHEELS 21 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി.